ആദ്യാക്ഷരമെഴുതി അറിവിൻ്റെ ലോകത്തേക്ക് പിച്ചവെച്ച് കുരുന്നുകൾ. ജില്ലയുടെ വിവിധയിടങ്ങളിൽ ആരാധനാലയങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലുമെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾ ആഘോഷിച്ചു. വാദ്യ, നൃത്ത, സംഗീത കലകൾക്ക് തുടക്കം കുറിക്കുന്നതും വിജയദശമി ദിനത്തിലാണ്. ദുർഗ്ഗാഷ്ടമി നാളിൽ പൂജ വെച്ച് ആരാധിച്ച പുസ്തകങ്ങളും പണിയായുധങ്ങളും വിജയദശമി നാളിൽ പൂജയ്ക്ക് ശേഷം ഉപയോഗിച്ചു തുടങ്ങുന്നു. ഗുരുനാഥൻ മടിയിലിരുത്തി കുഞ്ഞു വിരൽ പിടിച്ച് അരിയിലെഴുതിച്ചപ്പോൾ പലരുടെയും കുഞ്ഞു ചുണ്ടുവിരലുകളിൽ അക്ഷരം ഇക്കിളിപ്പെടുത്തി ചിരിപ്പിച്ചു. ചിലരാവട്ടെ വളരെ ഗൗരവത്തിലാണ് ആദ്യാക്ഷരം കുറിച്ചത്. ആശങ്കയും വിതുമ്പലും അപൂർവം ചിലരുടെ മുഖത്ത് കണ്ടു. എന്നാൽ അറിവ് തൊട്ടതിൻ്റെ പ്രകാശം എല്ലാ മുഖങ്ങളിലും ഉണ്ടായിരുന്നു. അറിവിൻ്റെ ആരംഭമാണ് വിദ്യാരംഭം. കേരളത്തിൽ എഴുത്തിനിരുത്ത് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ജില്ലയിൽ വിവിധ ക്ഷേത്രങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലുമെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രം, കാഞ്ചി കാമാക്ഷി ക്ഷേത്രം, തളാപ്പ് ക്ഷേത്രം, പിള്ളയാർ കോവിൽ ക്ഷേത്രം എന്നിവയ്ക്ക് പുറമെ കണ്ണൂർ വിഷൻ ചാനലിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലും അണ്ടല്ലൂർക്കാവ് ക്ഷേത്രത്തിലും നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഗുണ്ടർട്ട് പാർക്കിലും വിദ്യാരംഭം നടന്നു. മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിലും വിദ്യാരംഭം നടന്നു. മക്രേരി അമ്പലത്തിൽ നൂറുകണക്കിന് കുരുന്നുകൾ അറിവിൻ്റെ ആദ്യാക്ഷരം കുറിച്ചു. ക്ഷേത്രം മേൽശാന്തി ബാബു നമ്പൂതിരി കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു നൽകി. വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കൈതേരി ചാത്തോത്ത് ശ്രീ നീലക്കരിങ്കാളി പോർക്കലി ഭഗവതി ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. മേൽശാന്തി കുഞ്ഞോളത്തില്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, കുഞ്ഞോളത്തില്ലം മുരളീകൃഷ്ണൻ നമ്പൂതിരി, പള്ളിയിലും ശ്രീജിത്ത് നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
വിജയദശമി അഥവാ ദസറയുമായി ബന്ധപ്പെട്ട് വിവിധ കഥകളാണ് വിവിധയിടങ്ങളിൽ പറഞ്ഞു കേൾക്കുന്നത്. ചിലതിന് രാമായണമായും മഹാഭാരതവുമായും ബന്ധമുണ്ട്. അറിവിൻ്റെ ദേവതയായ സരസ്വതിക്ക് പ്രാധാന്യം നൽകുന്നതിലൂടെയാണ് വിജയദശമി ദിവസത്തിലെ വിദ്യാരംഭം വിശദീകരിക്കപ്പെടുന്നത്. ഈ ദിവസം നവരാത്രി ആഘോഷങ്ങളുടെ അവസാനവുമാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ ഇത് പ്രതീകവൽക്കരിക്കുന്നുമുണ്ട്. കേരളത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിലെ വിദ്യാരംഭം വിശേഷപ്പെട്ടതാണ്. കാരണം ഭഗവതി ഒരു വിഡ്ഢിയെയാണ് മഹാനായ കാളിദാസനാക്കി ഉയർത്തിയത് എന്ന ഐതിഹ്യമാണുള്ളത്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്. ഗ്രേറ്റ് ബോംബെ സർക്കസ് 6 വർഷത്തിന് ശേഷം സെപ്റ്റംബർ 28 മുതൽ പോലീസ് മൈതാനം കണ്ണൂരിൽ. ഏഷ്യാസ് ബെസ്റ്റ് സർക്കസ്. റഷ്യൻ, ചൈനീസ്, എത്യോപ്യൻ, ഇറ്റാലിയൻ പ്രകടനങ്ങൾ. ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു. ദിവസേന 3 പ്രദർശനങ്ങൾ. 1 മണി, 4 മണി, 7 മണി. വാട്ടർ പ്രൂഫ്, ഫയർ പ്രൂഫ് ടെന്റ്. നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ. ഗ്രേറ്റ് ബോംബെ സർക്കസ്, പോലീസ് മൈതാനം, കണ്ണൂർ.